ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സ്വാതന്ത്ര്യം 2ന്റെ പ്രമോ വന്നിട്ടുണ്ട്. അതെന്താന്ന് നോക്കിയാലോ. ഈ ഒരു പ്രമോയിൽ കാണിക്കുന്നത് ബാലനും ദേവിയും കൂടെ പച്ചക്കറി നോക്കാൻ പോവാണ് കേട്ടോ. അതായത് ഗോമതി സ്റ്റോറിലെ പച്ചക്കറി സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പച്ചക്കറി മേടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഫുള്ള് ചീഞ്ഞ പച്ചക്കറികളായിരുന്നു കിട്ടിയിരുന്നത്, ഇപ്രാവശ്യമെങ്കിലും നല്ലത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവാണ്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ പച്ചക്കറിൻ്റെ പൈസ വേണ്ടാന്ന് രാമേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും നമുക്ക് അറിയുന്ന കാര്യമില്ലല്ലോ. എന്നിട്ട് ദേവിനോട് പറയുന്നുണ്ട്, രാമേട്ടനൊരു പ്രാരാബ്ധക്കാരനാണ്, അപ്പോൾ നമുക്ക് ഈ പൈസ കൊടുക്കാം മോളെ എന്നൊക്കെ പറഞ്ഞ് അവർ പൈസ കൊടുത്ത് പച്ചക്കറി മേടിച്ച് വരികയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മീനുവിനെയും ആര്യനെയാണ് കേട്ടോ. അവർ ഭയങ്കര ദേഷ്യത്തിൽ വീട്ടിലേക്ക് കയറി വരുന്നതാണ്. അത് കണ്ടപ്പം ഇത്ര ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ ഇത്ര ദേഷ്യം? അപ്പോൾ ആര്യ പറയുന്നുണ്ട്, ആ വൃത്തികെട്ടവനില്ല അലോക്, അവനെ ഞാനിന്ന് വേറൊരു പെണ്ണിൻ്റെ കൂടെ കണ്ടു, അവൻ എൻ്റെ അനിയത്തിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് അവനോട് പോയി ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട്, വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട, കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ പോരെ എന്നൊക്കെ അവൾ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ ചോര തിളയ്ക്കണം അവനിട്ട് പൊട്ടിക്കാൻ, അവൻ കുറേ ആയി ഇങ്ങനെ ഒരു ഉടായ്പ കളിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് അലോക് വീട്ടിലേക്ക് പോകുന്നത്. കണ്ടപ്പോൾ തന്നെ ആര് നന്നായിട്ട് ചൂടാവുന്നുണ്ട്, എടാ അവിടെ നിൽക്കടാ, നിന്നെ ഇന്നൊരു പെണ്ണിൻ്റെ കൂടെ കണ്ടല്ലോ, അത് ആരാടാ എന്നൊക്കെ അങ്ങനെ ഷൗട്ട് ചെയ്ത് ചോദിക്കുമ്പോൾ അവനും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലോക് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ കൂടെ നടക്കും, അവരെയും കൊണ്ട് ഞാൻ പലയിടത്തും പോകും, നിനക്ക് എന്താടാ അതിന് എന്നും പറഞ്ഞ് രണ്ടുപേരും പൊരിഞ്ഞ് തല്ലി നടക്കാണ് കേട്ടോ. അങ്ങനെ അലോകിൻ്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായി, കാരണം അവൻ്റെ ചുറ്റിക്കളി എല്ലാവരും അറിഞ്ഞല്ലോ. അതുമാത്രമല്ല നമ്മുടെ അനുശ്രീ പറയുകയും ചെയ്തല്ലോ, അവർ തമ്മിലുള്ള കല്യാണം ഒരിക്കലും നല്ലൊരു കല്യാണം ആയിരുന്നില്ല എന്നുള്ളത്, അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ല, ഭയങ്കര തല്ലാണെന്നും എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അവർ ഈ അടുത്ത് തന്നെ പിരിഞ്ഞ് താമസിക്കേണ്ടി വരും എന്നുള്ളതൊരു ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഒന്നാമത് എല്ലാവർക്കും മടുത്തു അവരുടെ തല്ലും കുത്തും. ആദ്യമൊക്കെ രസമായിരുന്നു, പിന്നെ കണ്ട് ആകെ ചടപ്പായിട്ടുണ്ട്. അവരുടെ രംഗം വരുമ്പോൾ തന്നെ ഒരുവിധം പ്രേക്ഷകർക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത പോലെ തന്നെയാണ്. എന്തായാലും അവരുടെ ഈ ഒരു ചളിപ്പ് പെട്ടെന്ന് അവസാനിക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആനന്ദിനെയാണ് കേട്ടോ. ആനന്ദ് ഗോമതി സ്റ്റോറിൽ ഒളി ക്യാമറ വെക്കുകയാണ് കേട്ടോ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് പൈസ മോഷണം പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ്റെ ബലമായ സംശയം ഒന്നുകിൽ ദേവി അല്ലെങ്കിൽ ഉദയഭാനു, ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ, ഇടയ്ക്കിടയ്ക്ക് പൈസ അങ്ങനെ പോകുന്ന നല്ല കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ഒരു ക്യാമറ അവിടെ സെറ്റ് ചെയ്യാണ് കേട്ടോ. എന്തായാലും കള്ളനെ കൈയോടെ പൊക്കാലോ. എന്തായാലും ആനന്ദ് ഈ കള്ളനെ പൊക്കോ ഇല്ലയെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്